ചെറുപ്പം മുതലേ ഫുൾ ട്രോമയുടെ മറ്റേ ഓഫർ പാക്ക് കിട്ടിയ പോലെ എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ വിഷ്ണു എന്താ ഭയങ്കര ആഡംബര ജീവിതം. ഞാൻ കൊണ്ട് ഭയങ്കര ഒരു ബ്രൗൺ കളറായിരുന്നു ഞാൻ. അതിന്റെ പേരിൽ എന്നെ ഒരുപാട് ആളെന്നെ കണ്ടിട്ടുണ്ട്, പോയി ചത്തോട് വെച്ചിട്ടുണ്ട്. ഈ ബ്രാഹ്മൺ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലും മറ്റേ പാലുക്കോവ പോലെയുള്ള കളറൊന്നല്ല. അങ്ങനെയല്ല, നീ കറുത്തിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും മെലിഞ്ഞിരിക്കണം എന്നൊക്കെ ചോദിക്കും. എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി, ഓട്ടോറിക്ഷ പോയി കയറുമ്പോൾ കാണുന്നത് അച്ഛൻ മറ്റും അമ്മയുടെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് റോഡിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുക. പെപ്സി കുപ്പി കൊണ്ട് ഒരൊറ്റ എറിഞ്ഞിട്ട് ആളുടെ മൂക്ക് പൊട്ടി അമ്മയുടെ. അപ്പം മൊത്തം ബ്ലഡാണ്, ഒരു ബെഡ്ഷീറ്റ് മൊത്തം ബ്ലഡ്, അതുപോലെ തന്നെ ഒരു വെള്ളം കൊണ്ട് മൊത്തം ബ്ലഡ്, സാരി മൊത്തം ബ്ലഡ്. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു. അപ്പോൾ അവിടെ കറണ്ട് പോയി ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പില്ലോ വെച്ചിട്ട് അമ്മേനെ കൊല്ലാൻ നോക്കാം. അതെന്താ റിസ്ക് എന്ന് പറഞ്ഞാൽ ആൾക്ക് വേറൊരു കീപ്പ് ഉണ്ടായിരുന്നു. ആ കീപ്പിന് രാത്രി കൂടെ കിടക്കാൻ അമ്മ പോയില്ലെന്ന് പറഞ്ഞിട്ട്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് പേര് പറഞ്ഞാൽ തന്നെ നമുക്ക് തീരില്ല, വിഷ്ണു മഹേശ്വർ പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്ന വിഷ്ണു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. ഈ ഒരു പേര് ഇത്രയുള്ള, അത് ഇനിയുണ്ടോ ലെങ്ത്? അല്ല, ചെറുപ്പത്തിൽ വലിയ പേരായിരുന്നു. അതായത് വിഷ്ണു മഹേശ്വർ കൊല്ലാറ പുരുഷോത്തമൻ അയ്യർ എന്നൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഈ SSLC ബുക്കിൽ കുറച്ച് പ്രശ്നമുണ്ട്, അത് ഇത്ര ലെങ്ത് പാടുള്ളൂ പാസ്പോർട്ടില്. അപ്പൊ അതുകൊണ്ട് അവരത് വെട്ടിച്ചുരുക്കി വിഷ്ണു മഹേശ്വർ പുരുഷോത്തമനാക്കി. ഓക്കെ, എനിക്കിത് പറയുമ്പോ ഓർമ്മ വരുന്നത് നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, 3 Idiotsോ 3 Kings. ആ ഒരു മൂവിയിൽ പറയുന്നില്ലേ, നാഗരാജരാജറെഡ്ഡി, അതോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവമാണ്. അങ്ങനെ വലുതാണോ? അല്ല, വീട്ടുപേരും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പൊ വീട്ടുപേരും കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ട് ആണ് ഇട്ടേക്കുന്നത്. അപ്പം അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് പുഷ്പലത. ഓ, അമ്മയുടെ പേര് ഷോർട്ട് നെയിം ആണ്. അപ്പം ഇത്രയും വലിയൊരു പേരിടാനുണ്ടായ ഒരു കാരണം എന്താ? അതായത് വിഷ്ണു എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വിഷ്ണു എല്ലാവർക്കും ഉള്ളൊരു പേരല്ലേ. അന്ന് ആ സമയത്ത് എന്തോ ഒരു സിനിമ ഇറങ്ങിയ സമയമാണ്. അപ്പോൾ വിഷ്ണു എന്നുള്ള പേര് അങ്ങനെ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും വിഷ്ണുവാ, കാണുന്നൊക്കെ വിഷ്ണു. മറ്റേ ഇതിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഏതെങ്കിലും ഒരു കല്ല് വീണെന്നൊക്കെ ബിടെക്കാന്ന് പറഞ്ഞ പോലെ വീഴുന്നൊക്കെ വിഷ്ണുവാ. പക്ഷെ അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആണ് മഹേശ്വർ ഇട്ടത്. ഓക്കെ, അപ്പൊ അച്ഛൻ മഹേശ്വർ ഇട്ടു, ബാക്കി പിന്നെ വീട്ടുകാർ പോയി അങ്ങനെ ആ ഒരു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയാ. ഒരു ഒറ്റ പേരിൽ തന്നെ അങ്ങനെ പോകും, ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇപ്പം വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി എന്റെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരു വിഷ്ണുവിന്റെ ഒരു റീൽ എന്നെ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി വിഷ്ണുവിന്റെ ഒരു ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ. അപ്പം വിഷ്ണു തന്നെ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ടൈം ആണ് എന്നെ എന്തിനാ ഇന്റർവ്യൂവിന് വിളിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പൊ വിഷ്ണു എന്ന് പറയുന്ന ആളൊരു ഓൺട്രപ്രണർ ആണ്. നമ്മുടെ ബ്രാൻഡിന്റെ നെയിം എന്തായിരുന്നു? എന്റെ ബ്രാൻഡിന്റെ പേര് അമൃതതീരം എന്നാണ്. ഓക്കെ, അതിലിപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയി പോയിരിക്കുന്നത് മറ്റേ ഹെയർ ഓയിൽ ആണ്, ഹെയർ പ്രോട്ടീൻ ഓയിൽ. ഓക്കെ, അപ്പം ഹെയർ പ്രോട്ടീൻ ഓയിലിന്റെ ഒക്കെ ഒരു ബിസിനസ് നടത്തുന്ന ആളാണ്. സോ ഈ വന്ന വഴിയൊന്നും നിസ്സാരമായിട്ടുള്ള വഴിയല്ല. ഇപ്പം ഞാനൊരു ആ റീലില് ആള് വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെയാണ് റീൽ ചെയ്തേക്കുന്നത്. പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യങ്ങള് ലൈക്ക് ചെറുപ്പം മുതലേ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല റോളായിരുന്നില്ല ആളുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെന്നാണ്. അപ്പം കുഴപ്പമില്ലെങ്കിൽ ഒന്ന് ശരിയാകുമ്പോ, കാരണം അത് വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് അത് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രചോദനമാവട്ടെ. കാരണം ടോക്സിക് പാരന്റിങ്ങിന്റെ വിക്ടിംസ് ആയിട്ട് പല ആളുകളും ഇപ്പൊ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ അത് പലരും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും മിക്കവർക്കും നല്ല പാരന്റ്സ് ആണ്. അപ്പം കുറച്ച് പേർക്ക് ഈ ടോക്സിക് ലെവലുള്ള പാരന്റ്സിനെ കിട്ടുമ്പം സൊസൈറ്റിയിലുള്ളവർ എൻ്റെ പാരന്റ്സ് നല്ലതാണല്ലോ, അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ പാരന്റ്സ് നല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോകുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും എല്ലാവരുടെ പാരന്റിങ്ങും അത്ര ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു 10% ശരിക്കുള്ളൂ. ബാക്കി എല്ലാവരും പുറത്ത് പറയാത്തതാ. സീരിയസ് ആയിട്ട് പറയാം. എന്താ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു സാധനമാണ്. അയ്യോ മറ്റേ ചേച്ചി എന്ത് പറയും കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ ആ ചേച്ചിയല്ല നമുക്ക് ഫുഡ് തരണേ. നമ്മളെപ്പോഴും ഞാൻ അത്രയും ട്രാൻസ്പെറൻ്റായി നിന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് എല്ലാവരും എന്നെ മനസ്സിലാക്കിയതും ആ ഒരു സ്നേഹം കിട്ടിയതും. പക്ഷെ അത് നമ്മളത് പാരന്റിങ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അത് കുറേയൊക്കെ നമ്മൾ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ തന്നെ ഒരൊറ്റ സീൽഡായിട്ട് പോകുന്നുണ്ട് പ്രശ്നങ്ങളോ.
നമ്മളത് മാക്സിമം മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലത്തെ ഇഷ്യൂ പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഫുൾ ട്രോമയുടെ മറ്റേ ഓഫർ പാക്ക് കിട്ടിയ പോലെ എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ വിഷ്ണു എന്താ ഭയങ്കര ആഡംബര ജീവിതം, കയ്യിൽ 2 ഫോണ്, ലാപ്പ്, അത് ഇത്, വണ്ടി എല്ലാം ഉണ്ട്, സത്യമാണ്. പക്ഷെ മനസ്സമാനം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സാധനം ഇല്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ. ഞാനൊക്കെ പണ്ട് ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോണ സമയത്ത് ടീച്ചർമാരങ്ങനെ കളിയാക്കും, ദേ മാവേലി വന്നു, അല്ലെങ്കിൽ ദേ ഇവൻ ആഴ്ചയിലെ വരുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ അവസ്ഥകൾ അങ്ങനെയാണ്. കാരണം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നിട്ടുള്ള പിറ്റേ ദിവസമായിരിക്കും ഒരു എക്സാം ഉണ്ടാവുക. ഞാൻ എങ്ങനെ ഇതാക്കും? മനസ്സിലായി. അപ്പോൾ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഓൾറെഡി മാരീഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞൊരു ടിപ്പിക്കൽ ബ്രാഹ്മൺ ഫാമിലിയാണ്. പക്ഷെ അതുപോലെ എനിക്ക് കുറേ മറിച്ചിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആള് വെള്ളടിച്ച് വരും. ഇത് തന്നെ മെയിനായിട്ട് ദ്രോഹിക്കുക എന്ന് പറയില്ലേ. ഞാൻ പണ്ട് ഭയങ്കര ഒരു ബ്രൗൺ കളറായിരുന്നു ഞാൻ. അതിന്റെ പേരിൽ എന്നെ ഒരുപാട് ആളെന്നെ പറഞ്ഞിട്ടുണ്ട്, പോയി ചത്തോടെ ചോദിച്ചിട്ടുണ്ട് എന്നോട് കളറിന്റെ പേരില്. കാരണം ആള് നല്ല ഫെയറാ. ആള് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നല്ല ഒറ്റക്കര മുണ്ടൊക്കെ കൊടുത്ത് റൈബൺ ഗ്ലാസ് ഒക്കെ ഉണ്ടെന്ന് ഒരു ടൈപ്പ് അത് വെച്ച് കയ്യിൽ റാഡോ വാച്ചൊക്കെ കിട്ടി, അടിപൊളിയാണ് കാണാൻ. പക്ഷെ ഞങ്ങളുടെ അമ്മ അന്നും ചെറിയൊരു ബ്രൗണിഷ് കളറാണ്. പക്ഷെ അമ്മയുടെ വീട്ടുകാരും ഭയങ്കര പ്രശ്നമായിരുന്നു ഈ സെയിം കളറിന്റെ പ്രശ്നം കാരണം ഈ ബ്രാഹ്മൺ ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലും മറ്റേ പാലുകോവ പോലെയുള്ള കളറൊന്നല്ല. പക്ഷെ അങ്ങനെയല്ല, പലരും പല നേച്ചറല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അത് എഫക്റ്റ് ചെയ്യുക ശരിക്കും അടുത്തുള്ള ഇതിലേക്കായിരിക്കും, അടുത്ത ബാച്ചിൽ വരുന്ന കുട്ടികൾക്കൊക്കെയാണ് പ്രശ്നം. അത് ഏറ്റവും പെട്ടത് ഞാനാണ്. ഓക്കെ, ഇപ്പം കളറിന്റെ പേരിലാണോ അച്ഛൻ മാറ്റി നിർത്തിയത്? കളറ് മാത്രമല്ല, അച്ഛന് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആൾ ഫുള്ളും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് പറഞ്ഞാൽ ആൾക്ക് ഓൾറെഡി ഫ്രണ്ട്സ്, ആ ഒരു ഗ്യാങ്ങാണ് ആളെ കേടുവരുത്തി. ഫുൾ വെള്ളടിയും കാര്യങ്ങളും, ഹാഷ് പൂഷ് ജീവിതം, കടം മേടിച്ചിട്ടുള്ള ഇത്. ഞങ്ങൾ പണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പണ്ട് എന്തോ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആള് പൈസ മേടിച്ചിട്ട് ഞങ്ങൾ വാടക താമസിക്കണേ, ഇപ്പോഴും ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കണേ. അപ്പോൾ ആള് പൈസ മേടിച്ച് മുങ്ങി. അപ്പോൾ അന്ന് അമ്മ ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ആ സമയത്ത് ഇവർ രാത്രി വരികയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞങ്ങൾ എന്നിട്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ പോലത്തെ ഇതിൽ പോയി ഇരിക്കുകയാണ് പേടിച്ചിട്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ മൊത്തം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ സ്കൂളിലായാലും എനിക്ക് അത്ര നല്ല സുഖമുള്ള അതൊന്നും ആയിരുന്നില്ല. എന്താണ് സ്കൂൾ ലൈഫിൽ എന്താണ് ഫേസ് ചെയ്തത്? സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാം ഈ ബേസ് ഇതാണ്, ഈ ഒരു പേരൻസിൻ്റെ കാരണം ബേസ് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒട്ടും കുറ്റപ്പെടുത്തല്ല കേട്ടോ, പക്ഷെ അത് ചിലപ്പോൾ അവർ വന്നിട്ടുള്ള നേച്ചർ കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ഒരു ഇത് കാണിക്കണേ. ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, ഞാനും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ഒരു കോമഡി ആയിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് മറ്റേ ഇതുണ്ടാവും, വീട്ടിൽ അരി ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അതിൽ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില കിട്ടും. മുരിങ്ങയില ഞങ്ങൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കും. കാരണം വേറെ വഴിയില്ല. ഇപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് പഴങ്കഞ്ഞി കഴിക്കുക. കാരണം ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, എന്നാലും ഞാൻ ചോദിക്കാം അതല്ലേ ആരോഗ്യത്തിന് നല്ലത്, തൈരുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ എന്നാൽ എനിക്ക് അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് മാറ്റണമെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മൾ എല്ലാ ഫുഡും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ ആവശ്യത്തിന്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. പിന്നെ അതെന്റെ ഓക്കെ. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്തൊക്കെ അമ്മേനെ ഭയങ്കര പൊന്നു പോലെയാണ് വിഷ്ണു കൊണ്ട് നടക്കുന്ന കാര്യങ്ങളും. പിന്നെ വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ കാണാൻ പറ്റാത്ത ഒരു കുട്ടി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അച്ഛനെ കണ്ടു എന്നുള്ളത്. അപ്പം അതിനുശേഷം എന്തായിരുന്നു, മീൻസ് എനിക്ക് ചോദിക്കാനും മടിയുണ്ട്, എന്നാലും എന്തായിരുന്നു വിഷ്ണുവിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? അത് പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ വിട്ട് വരുന്ന സമയമാണത്. അപ്പോൾ വേറൊരു സ്ത്രീയായിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് ഒരു ഇതായിരുന്നു. അത് കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? ഒരു കുട്ടി, ആ ഒരു പ്രായത്തിലുള്ള കുട്ടി കാണുന്ന ഒന്നല്ല, നമുക്ക് എന്താണെന്ന് പോലും അത് അറിയില്ല എന്നൊന്നും. അന്നേ ശരിക്കും പോയി വൊമിറ്റ് ചെയ്ത് ഭയങ്കര തലയൊക്കെ കറങ്ങി, എനിക്കിങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ അടിച്ച്, എനിക്ക് ചെവിയുടെ ഭാഗമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഇത് വന്ന്. അന്ന് എത്ര വയസ്സായിരുന്നു വിഷ്ണുവിന്? അന്ന് ഞാൻ 4-ലോ 5-ലോ എന്തോ പഠിക്കാൻ സമയം, 3-ലോ 4-ലോ എന്തോ പഠിക്കാൻ, അത്രയും ചെറുതാണ് ഞാൻ.
ആ സമയത്തൊക്കെയാണ്. അന്ന് തൊട്ടേ എനിക്ക് മനസ്സിലിങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ വീട്ടിൽ എന്നും പ്രശ്നമാടോ, എന്നും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒട്ടും അറ്റാച്ച് ആവാറില്ല ഇപ്പോഴും. കാരണം പേടിയാണ്. കാരണം ഇവരുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ല അല്ലേ. നമ്മൾ ഇവരുടെ എന്തെങ്കിലും ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും നമ്മളെ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യം കഴിയുമ്പോൾ അവർ പോവും. ഇവിടെ തന്നെ ഈ കൊച്ചിയിൽ തന്നെ ഞാൻ ജോലിക്ക് വന്നിട്ട് എൻ്റെ ഫസ്റ്റത്തെ ജോലിയാണത്. ഷോറൂം ഓപ്പൺ, ഞാൻ പേര് പറയുന്നില്ല എന്തായാലും. ഇവിടെ നമ്മുടെ എന്തോ ഒരു മാളുണ്ട് നമ്മുടെ ഇതില്, അതിൻ്റെ അവിടെ ഒരു ജോലിക്ക് വന്നിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ വിക്കലുണ്ട്. അപ്പം അന്ന് 17 വയസ്സ്, +2 കഴിഞ്ഞിട്ടുള്ള സമയം, ഒരു 18 എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ജോലിക്ക് വന്നപ്പോൾ ആള് ഇങ്ങനെ കസ്റ്റമറായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വിക്കൽ വന്നു. നന്നായിട്ട് വിക്കി. ഇപ്പോഴാണ് കുറച്ച് മാറിയത്. വിക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാൻ കിട്ടാത്തതായി. ഒരാൾ ഒറ്റ ചിരിയിരിച്ചോളൂ, ഒറ്റ ചിരിയിരിച്ചു. എന്നിട്ട് ആള് ഞങ്ങളുടെ SM-നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നിങ്ങൾ ജോലിക്ക് വയ്ക്കണേ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് അപ്പം തന്നെ എന്നെ ആൾ പുറത്താക്കി. ബാംഗ്ലൂർ ജോലിക്ക് പോയിട്ടുണ്ട് ഞാൻ. സെയിം തന്നെ ബാംഗ്ലൂർ ജോലിക്ക് പോയി. അപ്പോഴും ഈ സെയിം ഇഷ്യൂസ് തന്നെ. എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ നന്നായിന്ന് എനിക്ക് തോന്നണേ. കാരണം ഈ ഒരു അവസ്ഥയിലെങ്കിലും എത്തിയല്ലോ ഞാൻ. ദൈവം സഹായിച്ചിട്ട് ഞാൻ അങ്ങനെ ആരെയും വെറുപ്പിക്കാത്തൊരു കൂട്ടത്തില്ല. പണ്ട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. ഞാൻ ബസ്സുകാരൊക്കെ വെറുതെ തെറി വിളിക്കും. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്കും അവരുടേതായ സ്ട്രഗിളുകൾ ഉണ്ടാവും. അപ്പം ഞാനപ്പോൾ ഇപ്പോൾ വല്ല ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകും, ഞാൻ ചിരിക്കും ചേട്ടാ, അവരും ചിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ തീർന്നു. നമ്മൾ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. പിന്നെ ഇപ്പോൾ വേറെ വല്ലവരും നമ്മളത് ചോദിക്കുകയാണെങ്കിൽ തന്നെ പറയും, നീ കറുത്തിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും മെലിഞ്ഞിരിക്കണേ എന്നൊക്കെ ചോദിക്കും. എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ആ ഒരു സീനും മാറ്റിയിട്ട് താൻ എന്തിനാ ചോദിക്കണേ, തൻ്റെ വീട്ടിൽ നിന്നാണോ ഞാൻ ഫുഡ് കഴിക്കുന്നത് ചോദിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ അവിടെ ഒരു ഇത് വന്നു, വെറുതെ എന്തിനും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ പറയും ഓക്കെ ചേട്ടാ ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇതിലായിട്ട് ഞാൻ പോകും. ഇപ്പോൾ ഓക്കെ. ഇപ്പം അച്ഛൻ കൂടെ ഉണ്ടോ? ഇപ്പൊ ആള് വേറെയാണ്, എന്നാലും ഞാനങ്ങനെ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. വീഡിയോ ഒക്കെ കണ്ടിരുന്ന ആള്. ആ ഒരു വീഡിയോ കണ്ടപ്പോ അച്ഛൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ആള് ഞാൻ എപ്പോഴാ ചെയ്തത്, എന്നെ എന്തിനാ വെറുതെലേക്ക് വലിച്ചയക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ ആളുടെ ആദ്യത്തെ വൈഫില് 3 സിസ്റ്റർമാരുണ്ട്. അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതും ചെറിയ ഇങ്ങനത്തെ, ഞാൻ ഒരു ദിവസം അച്ഛൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ 3 പെൺമക്കള് അച്ഛൻ്റെ സൈഡിൽ നിൽക്കണം. അത് അച്ഛൻ അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതോടെ തീർന്നു ബന്ധം, അങ്ങനെ നിർത്തി. ഓക്കെ. ഇപ്പം അമ്മ ഈ ഒരു സംഭവങ്ങൾ അറിഞ്ഞായിരുന്നോ? അതായത് അമ്മ എന്ന വ്യക്തിയോട് അച്ഛൻ എങ്ങനെയായിരുന്നു? ഇതൊക്കെ പോലെ തന്നെയായിരുന്നു? വിഷ്ണുവിനോട് ഉള്ളൊരു ഇതാണ് നമ്മളോട് പറഞ്ഞത്, അമ്മയോട് ഇതൊക്കെ പോലെ തന്നെയായിരുന്നു? ഞാൻ വേറെ സ്റ്റോറി പറഞ്ഞുതരാം. അതായത് ഞാൻ പണ്ടൊക്കെ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് സ്കൂൾ വിട്ട് വരിക. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ വന്ന് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുടിയില്ല അമ്മയ്ക്ക്, നല്ല ഇത്രയും മുടിയുണ്ട് അമ്മയ്ക്ക് പണ്ട്. ഇപ്പോഴും ഉണ്ട്, കണ്ടിട്ടില്ലേ? നല്ല തിക്കായിട്ട് ഹെയറാ. അപ്പൊ അത് അമ്മ പണ്ട് വീട്ടിൽ സാരി കൊടുക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഒരു ഗ്രില്ല് ഇട്ടതാ, ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാ. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി, ഓട്ടോറിക്ഷ പോയി കയറുമ്പോൾ കാണുന്നത് അച്ഛൻ മറ്റും അമ്മയുടെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് റോഡിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ ആൾക്കാരൊക്കെ കാണുമ്പോഴാണ്, റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്, ഇത് മെയിൻ റോഡ്, ഇത് വീട്. ഞാൻ എന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് നിലവിളിക്കാണ്. അതായത് ആരെങ്കിലും ഒരാള്, അവസാനം എനിക്കും പേടി. ഇപ്പൊ ഏതോ ഒരു ചേട്ടൻ പോകുമ്പോൾ എന്താ മോനെ വെച്ചു, ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ പോയി. കാരണം എന്നെ എന്തെങ്കിലും ചെയ്താലോ, ഞങ്ങൾക്ക് വേറെ സൊല്യൂഷൻ ഇല്ല. ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോവാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു കാര്യമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾ 10, 45, 50 വർഷമായി ഞങ്ങൾ ഈ ഒരു ഓയിൽ ഫീൽഡ്, അതായത് ഈ ഹെയർ ഓയിൽ ഞങ്ങളുടെ അമ്മ തന്നെ ഉണ്ടാക്കും. സാധനങ്ങൾ മാർക്കറ്റിൽ പോയി മേടിക്കും, എണ്ണ മേടിക്കും, എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ബോട്ടിലാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കും. ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ആയത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എന്നിട്ട് വീട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾ ആ ഒരു
ആൽക്കഹോളിക് ആ ഒരു ഇതിൽ നിൽക്കല്, ടെംപ്റ്റിൽ നിൽക്കണ കാരണം. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി എന്തോ എടുത്ത് വരുമ്പോഴേക്കും പെപ്സി കുപ്പി കൊണ്ട് ഒരൊറ്റ ഏറ് എറിഞ്ഞിട്ട് ആളെ മൂക്ക് പൊട്ടി അമ്മയുടെ. അപ്പോൾ മൊത്തം ബ്ലഡാണ്, ഒരു ബെഡ്ഷീറ്റ് മൊത്തം ബ്ലഡ്, അതുപോലെ തന്നെ ഒരു വെള്ളം കൊണ്ട് മൊത്തം ബ്ലഡ്, സാരി മൊത്തം ബ്ലഡ്. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു. എന്നിട്ടും ആൾക്ക് ആ ദേഷ്യം മാറണില്ല. അതെന്താ റീസൺ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇതും കഴിഞ്ഞ് അപ്പോൾ അവിടെ കറണ്ട് പോയി ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പില്ലോ വെച്ചിട്ട് അമ്മേനെ കൊല്ലാൻ നോക്കുക. അപ്പോൾ ഡോക്ടർ കണ്ടോണ്ട് വന്നിട്ട് ആള് പിടിച്ച് മാറ്റി. അത്രയും സിറ്റുവേഷൻ. എന്നിട്ട് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പോവുക ചെയ്തു. എന്നിട്ട് അമ്മയ്ക്ക് ആ സൗണ്ട് റെഡി ആവാൻ തന്നെ 2 വർഷം എടുത്തു. ഇപ്പോഴും അമ്മയ്ക്ക് മൂക്ക് ഭയങ്കര പ്രശ്നമാണ്. പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തല ചുറ്റും കാര്യങ്ങൾ ഭയങ്കര പ്രശ്നമുണ്ട്. അതെന്താ റിസ്ക് എന്ന് പറഞ്ഞാൽ ആൾക്ക് വേറൊരു കീപ്പ് ഉണ്ടായിരുന്നു. ആ കീപ്പിന് രാത്രി കൂടെ കിടക്കാൻ അമ്മ പോയില്ല എന്ന് പറഞ്ഞിട്ട്. രാത്രി കൂടെ ആൾ ഒറ്റയ്ക്കാണത്രേ. ആ ഇതിനു വേണ്ടി എൻ്റെ അമ്മ കൂടെ പോണം കിടക്കാൻ, ആളുടെ കൂടെ. അതായത് വേറെ ആളുടെ കൂടെ അമ്മ പോണം അങ്ങനെയല്ല, നമ്മള് ആ ഒരു വേറെ സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു വേറെ സ്ത്രീ അന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ ആൾക്ക് കൂട്ട് കിടക്കാൻ എൻ്റെ അമ്മ പോണം എന്ന് പറഞ്ഞ് പോവാത്തോണ്ട് അതുകൊണ്ട് അമ്മയെ ഉപദ്രവിച്ചു. അപ്പൊ ഇതൊക്കെ സഹിച്ച് അമ്മ എല്ലാം നിന്നു. അപ്പൊ മീൻസ് വിഷ്ണു ഒറ്റ മോനാണ്. ഓക്കെ. പക്ഷെ എന്തുതന്നെയാണെങ്കിലും വിഷ്ണുവിനെ പോലെ ഒരു മകനെ കിട്ടിയാൽ അമ്മലൊക്കെയാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേലും നല്ലൊരു മകനെ കിട്ടിയാലൊക്കെയാണ്. കാരണം ഞാൻ നോക്കുമ്പം അമ്മേൻ്റെ മുടിയൊക്കെ ഇതാക്കി അമ്മേനെ ഭയങ്കരമായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു മോനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പം എനിക്ക് ഇത് കൂടുതൽ ചോദിക്കാനുള്ളൊരു ശക്തിയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരുപാട് അനുഭവിച്ചിട്ടാണ് വന്നത്. ഇനി ഞാൻ കുത്തി ഞാൻ ചോദിക്കുന്നതിൽ ഒരു പ്രയാസം എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പം വിഷ്ണുവിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം ഇപ്പം ഒരു ഓൺട്രപ്രണർ ആണ്, വന്ന വഴി മറക്കാതെ ഇപ്പോഴും ആ ഒരു ദാരിദ്ര്യ സമയത്ത് എന്താണോ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വിഷ്ണു ഒരു മോട്ടിവേഷനാണ്. പിന്നെ പലർക്കും മോട്ടിവേഷൻ ആവട്ടെ, പലർക്കും വിഷ്ണു ഒരു മെൻറ്റർ ആവട്ടെ. അപ്പം എന്താണ് ലാസ്റ്റായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് ആകെ പറയാനുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ്, അതായത് ചെറുമക്കളോടെ. കാരണം നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിങ്ങളെ പല രീതിക്കും അവർ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പലതും ചോദിക്കും. അപ്പോൾ നിങ്ങളെല്ലാം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, ഒറ്റയ്ക്ക് ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ലേ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ തന്നെ മാക്സിമം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മാറ്റുക. അതുപോലെ നമ്മൾ ലൈഫ് ഇങ്ങനെയാണ്, എല്ലാവരുടെ ലൈഫും നമ്മൾ രാവിലെ മറ്റേ AC റൂമിൽ നീറ്റ് അല്ലെങ്കിൽ മറ്റേ ക്യാപ്പുച്ചിനോ കുടിച്ച് ഇതൊന്നും അല്ല, സാലഡ് കഴിച്ചിട്ടുള്ള ലൈഫൊന്നുമല്ല ആരുടെയും. എല്ലാവരും ഈ ഓടുന്ന നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എന്തൊക്കെ തരം ആൾക്കാരുണ്ട് നമ്മുടെ പുറത്ത്. അവരൊക്കെ ഇത് സ്പെൻഡ് ചെയ്യുന്നൊക്കെ നമ്മുടെ ഓരോരോ ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് വീട്ടുകാർക്ക് കടങ്ങളൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ മാക്സിമം നമ്മളെ തന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാണ്ടിരിക്കുക വെറുതെ. അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റൊരാൾ ഐഫോൺ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും ഐഫോൺ മേടിക്കണം എന്നില്ല. കാരണം ആ ഒരു ഐഫോണിൻ്റെ നിങ്ങളെ എമൗണ്ട് തീർക്കാൻ ചിലപ്പോൾ നിങ്ങൾ പല മാനേജറുടെയും തെറിവിളി കേൾക്കേണ്ടി വരും, പല ടാർജറ്റ് നിങ്ങൾ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് നമ്മൾ ലൈഫ് കൊണ്ടുപോവുക. നിങ്ങളുടെ ലൈഫ് സെറ്റാവും. കാരണം അതിന് ഏറ്റവും വലിയ ഇത് ഞാൻ തന്നെയാണ്. അതിപ്പോൾ എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും എല്ലാവരുടെയും അങ്ങനെയാണ്. നമുക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇത് കണ്ടിട്ടാണ്, ഒരു ഷോട്ട് കണ്ടിട്ടാണ്. അപ്പോൾ അതുപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നമ്മുടെ വഴി നമ്മൾ തിരഞ്ഞെടുത്ത് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ നമ്മളൊന്നും മേക്കപ്പ് ചെയ്ത് ഇതാക്കി കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അത്ര പറഞ്ഞുള്ളൂ. തീർച്ചയായും. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. അപ്പം വിഷ്ണു എല്ലാ സക്സസ്സിലും എത്തട്ടെ. താങ്ക് യു സോ മച്ച്.